ചായയുമായി ആനന്ദിന്റെ അടുത്തേക്ക് വരികയാണ് കല്യാണി. വലിയ കുഞ്ഞെന്ന് വിളിക്കുമ്പോൾ എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുകയാണ് വീണ്ടും കല്യാണി. ആനന്ദ് ചോദിക്കുകയാണ്, നിന്റെ മനസ്സെന്താ കല്യാണി, കല്ലുകൊണ്ടാണോ നിർമ്മിച്ചിരിക്കുന്നത്? നിനക്കൊരു വിഷമവും തോന്നുന്നില്ലേ? ചായ വാങ്ങിയിട്ട് വീണ്ടും ആനന്ദ് ചോദിക്കുകയാണ്, നീ ഇതെങ്ങനെ സഹിക്കുന്നു കല്യാണി? അതെ, സഹിക്കാവുന്നതിനും അപ്പുറമായിട്ട് പുതുതായിട്ട് ഇപ്പോൾ എന്താ ഉണ്ടായത്? അമ്മ നൽകിയ ഒരു വലിയ പരീക്ഷണം നേരിട്ട് വന്നവളാണ് നീ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ പ്രൗഢി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അതിലും മഹത്തായ ഒരു കാര്യം നീ ചെയ്തിട്ട് വന്നു. ഒരു പെൺകുട്ടിക്ക് താലിഭാഗ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല കല്യാണി. എന്നിട്ടും നിന്നെ അഭിനന്ദിക്കുന്നതിന് പകരം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇത്ര ക്രൂരമായിട്ടാണ് നിന്നെ അപമാനിച്ചത്. ഇത്രയും അനുഭവങ്ങൾ ഉണ്ടായിട്ടും ഈ മനസ്സ് എന്തുകൊണ്ട് വേദനിക്കുന്നില്ല? അതാണ് എന്റെ ചോദ്യവും സംശയവും. കല്യാണി പറയുകയാണ്, അതെ, എല്ലാ വിജയങ്ങളിലും സന്തോഷിക്കണം എന്നല്ലേ വലിയ കുഞ്ഞെന്നോട് പറഞ്ഞിട്ടുള്ളത്? അതെ, ഞാനിപ്പോൾ വിജയിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് എനിക്ക് വേദന തോന്നാത്തത്. എന്ത് പറയുകയാണ്, പ്രോജക്റ്റ് നേടിയിട്ട് അമ്മ നൽകിയ കുത്തുവാക്കുകൾ കൊണ്ടുള്ള പാരിതോഷികം അതിപ്പോ കേട്ടതല്ലേ ഉള്ളൂ. എന്നിട്ടും കല്യാണി പറയുകയാണ്, അതൊന്നും എന്നെ ഇപ്പോൾ മുറിവേൽപ്പിക്കുന്നതേ ഇല്ല. എനിക്ക് വേദനിക്കില്ല. പ്രോജക്റ്റ് നേടിയതിനേക്കാളും വലിയൊരു വിജയം നേടിയതിന്റെ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ. ആരുടെ മുൻപിലും തോൽക്കരുത് എന്ന് ഞാൻ വിചാരിച്ച ഒരാള് ഇപ്പോൾ ഇവിടെ വിജയിച്ചു നിൽക്കുകയാണ്. അതാണ് എന്റെ സന്തോഷം. മനസ്സിലായില്ല എന്ന് ആനന്ദ് പറയുകയാണ്. കൺമുന്നിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ ദൈവമല്ലേ അഖില മാഡം? അത് ഞാൻ വലിയ കുഞ്ഞിനോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ആ ദൈവം ഇവിടെയും വിജയിച്ചു. ആ വിജയമാണ് എന്റെ ഈ വിജയം. എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല കല്യാണി. അത് പ്രജകൾക്ക് ദൈവങ്ങളുടെ പരീക്ഷണങ്ങളെ നേരിട്ടേ മതിയാവൂ. ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അതത്രേ ഉള്ളൂ. പക്ഷെ എന്റെ ദൈവം ഒരിടത്തും തോൽക്കരുത്. ആരുടെ മുൻപിലും തല കുനിക്കാനും പാടില്ല. അതെനിക്ക് സഹിക്കില്ല. എനിക്കിപ്പോൾ എന്റെ അമ്മയോട് സഹതാപമാണ് തോന്നുന്നത് കല്യാണി. എന്തിന്? എന്റെ അമ്മയ്ക്ക് ഇതുവരെ നിന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നോർത്ത്. കല്യാണി പറയണ്, അത് എന്നെ തിരിച്ചറിയാൻ കഴിയാഞ്ഞിട്ടൊന്നുമല്ല. മാഡത്തിന്റെ മനസ്സിന് എന്നെ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കഴിയുന്നില്ല, അതാണ്. അത്ര വലിയ ദ്രോഹമല്ലേ ഞാൻ മാഡത്തിനോട് ചെയ്തത്? അമ്മയ്ക്ക് കിട്ടേണ്ട സ്നേഹത്തിന്റെ പകുതി ഞാൻ ഇങ്ങ് തട്ടിയെടുത്തില്ലേ? എന്നെ ഇതുപോലെ സ്നേഹിക്കുന്ന ഏതൊരമ്മയ്ക്കാണ് ഇതൊക്കെ സഹിക്കാൻ കഴിയുക? ആനന്ദ് പറയുകയാണ്, കണക്ക് കൂട്ടി നോക്കുമ്പോൾ നഷ്ടം അമ്മയ്ക്ക് തന്നെയാണ്. എത്ര ജന്മം തപസിരുന്നാലും എത്ര പുണ്യസ്ഥലങ്ങളെ തീർത്ഥാടനം നടത്തിയാലും ഏതൊരമ്മയ്ക്ക് കിട്ടും നിന്നെ പോലൊരു മരുമകളെ? എന്റെ അമ്മയ്ക്ക് കിട്ടിയ ഒരു നിധിയാണ് നീ എന്ന് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി തിരിച്ചറിയും. ഏതായാലും അമ്മയുടെ ഈ പെരുമാറ്റത്തിന്റെ കാരണം അറിഞ്ഞേ പറ്റൂ. എങ്ങനെ അച്ഛൻ ഇപ്പോൾ നിശബ്ദത പാലിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ആനന്ദും അരവിന്ദും നന്ദനയും ശിവരാമകൃഷ്ണനും ഹാളിൽ നിൽക്കുകയാണ്. ശിവരാമകൃഷ്ണനോട് ദേഷ്യപ്പെടുകയാണ് അരവിന്ദ്. ഞങ്ങൾ ചോദിച്ചതിന് അച്ഛനൊരു മറുപടിയില്ലേ? അമ്മ ഈ കാണിക്കുന്നത് മര്യാദയാണോ അച്ഛാ? എന്നെ പറയാണ്, കനേഡിയൻ കമ്പനിയുടെ ബിസിനസ്സുമായിട്ട് വന്നത് അഖിലാന്റിയല്ലേ? ലാഭം കിട്ടുന്ന ആ പ്രോജക്റ്റിൽ കല്യാണി ഒരു പ്രോജക്റ്റ് അവതരിപ്പിച്ച് വിജയിപ്പിച്ചാൽ കല്യാണി തൃച്ചംബരത്തിന്റെ മൂത്ത മരുമകളായി അംഗീകരിക്കാമെന്ന് പറഞ്ഞത് അഖിലാന്റിയല്ലേ? പറയുകയാണ്, പലർക്കും അപ്രാപ്യമായ ആ പ്രോജക്റ്റ് കല്യാണി അവതരിപ്പിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്തു. പെട്ടെന്ന് അഭിനന്ദിക്കുക പോലും ചെയ്യാതെ പെട്ടെന്ന് അമ്മ നിലപാട് മാറ്റിയില്ലേ? ഇപ്പോഴല്ല, ഇതിനു മുമ്പ് പല ആവർത്തിച്ചിട്ടുണ്ട്. ചോദിക്കുകയാണ്, ഇതൊക്കെ അഖിലാന്റിയെ പോലൊരാൾക്ക് ചേർന്നതാണോ? അല്ലെങ്കിൽ അങ്കിൾ പറയുന്ന വാക്ക് പാലിക്കുന്നവളാണ് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി എന്ന വാക്ക് കേട്ടുകേൾവിയാണോ? എന്ത് പറയുകയാണ്, അരവിന്ദനോടും നന്ദനോടും ഞാൻ എത്ര ആവർത്തി പറഞ്ഞതാണ് ഈ ജന്മത്തെ നമ്മുടെ അമ്മ കല്യാണി അംഗീകരിക്കില്ല. അരവിന്ദ് പറയുകയാണ്, അംഗീകരിച്ചില്ലെങ്കിൽ വേണ്ട. അവസരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കല്യാണി ഇങ്ങനെ അപമാനിക്കുന്നത് എന്തിനാണ്? എനിക്ക് അതാണ് അച്ഛാ മനസ്സിലാകാത്തത്. പറയുകയാണ്, ഇപ്പോൾ തന്നെ അഖിലാന്റിയുടെ അഭിമാനം സംരക്ഷിക്കാനല്ലേ കല്യാണിയെ വിവാഹ സ്ഥലത്ത് പോയത്? അരവിന്ദ് പറയുകയാണ്, വലിയൊരു മാനക്കേടിൽ നിന്നും ഈ കുടുംബത്തെ രക്ഷിച്ച കല്യാണിക്ക് അമ്മ കൊടുത്ത വാക്കുകൾ കേട്ടോ? കൊടുക്കുകയും തകരപ്പെട്ടിയും പൊട്ടിച്ച കാശ് വേണ്ടാത്രയെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്കെന്നും പറഞ്ഞ് വീണ്ടും തട്ടിക്കറിയുകയാണ് അരവിന്ദ്. എന്ത് പറയുകയാണ്, കുടുക്കയും വഞ്ചിയും പൊട്ടിച്ച പണമല്ല അവൾ അവർക്ക് കൊടുത്തത്. അവളുടെ അക്കൗണ്ടിൽ ഞാൻ പോലും എടുക്കാതിരുന്ന ക്യാഷാണ് അവൾ എടുത്ത് കൊടുത്തത്. എന്നോട് ആലോചിച്ചിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത്. എന്ത് പറയാണ്, അച്ഛ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കനേഡിയൻ കമ്പനിയുമായിട്ടുള്ള ബിസിനസ് ഉറപ്പിച്ചു. പ്രൊജക്ട് അവതരിപ്പിച്ച് അത് നേടിക്കൊടുത്ത കല്യാണി ഇപ്പോൾ ഔട്ട്. അച്ഛ മനുഷ്യനിങ്ങനെ നെറുകേട് കാണിക്കരുത്. ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ശിവരാമകൃഷ്ണൻ. എന്റെ അരവിന്ദ് ചോദിക്കുകയാണ്, അല്ല അച്ഛനൊന്നും പറയാനില്ലേ? അരവിന്ദ് ചോദിക്കുകയാണ്, എന്താ അച്ഛൻ അമ്മയുടെ മനസ്സിലുള്ളത്? അച്ഛനോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അരവിന്ദ് ചോദിക്കുകയാണ്, അതോ അച്ഛനും അമ്മ പറയുന്നത് ശരിവെക്കുകയാണോ? അച്ഛ തെറ്റാണെന്നും ന്യായമാണെന്നും പറയണം. അതാരുടെയും മുഖത്ത് നോക്കി പറയാനുള്ള തന്റെ ഇടം വേണം. അല്ലാതെ അച്ഛൻ ഇങ്ങനെ അന്തം വിട്ട് അമിതമായി അമ്മയെ ന്യായീകരിക്കാൻ നിൽക്കരുത്. അച്ഛന്റെ മൗനമാണ് ഈ കുടുംബത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ചോദിക്കുകയാണ്, അങ്കിളിന് ഞങ്ങളോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ? പിടിച്ചിട്ട് അരവിന്ദ് പറയണം, വാ ബ്രോ, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ അങ്ങനെ തന്നെയാണല്ലോ. അമ്മയുടെ ഭാഗത്തായാലും അച്ഛൻ അമ്മയെ തള്ളി പറയില്ലല്ലോ. അച്ഛന്റെ മിണ്ടാവൃതം അങ്ങനെ അങ്ങ് തുടരട്ടെ. തീരുമാനം എടുക്കാൻ കഴിയാത്തവരും എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തവരും അങ്ങനെയുള്ളവരുടെ ജീവിതം മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാൻ കഴിയുന്ന ഒരു കളിപ്പാട്ടം മാത്രമാണെന്ന് അച്ഛൻ തന്നെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞത് അച്ഛനോട് തിരിച്ചു പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ബ്രോ, നന്ദനെ പോകാമെന്ന് പറഞ്ഞ് എല്ലാരും വിളിച്ച് വീണ്ടും മുകളിലേക്ക് പോകുകയാണ് അരവിന്ദ്. അന്നേരം സുജാത അവിടെ നിന്ന് സ്റ്റെപ്പ് തുടയ്ക്കുകയാണ്. പെട്ടെന്ന് ശിവരാമകൃഷ്ണൻ നെഞ്ചുവേദന വന്ന് കുഴഞ്ഞു വീഴുകയാണ്. അത് സുജാത കാണുന്നു. സാറെന്നും പറഞ്ഞ് ഓടി അടുത്തേക്ക് വരികയാണ് സുജാത. സാറെന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട് സുജാത. പിന്നീട് കാണിക്കുന്നത് ഫോൺ വിളിച്ച് ടെൻഷൻ അടിക്കുന്ന നന്ദനെയാണ്. നന്ദന പറയുകയാണ്, ഈ അരവിന്ദ് എന്താ ഫോൺ എടുക്കാത്തത്? എന്താ ഇത്, ആകെ ടെൻഷൻ ആകുന്നല്ലോ.
എടാ അരവിന്ദ് നന്ദനെ തിരിച്ചു വിളിക്കുകയാണ്. നന്ദന ചോദിക്കുകയാണ്, എന്താ അരവിന്ദ് ഫോൺ എടുക്കാത്തത്? ഞാൻ എത്ര നേരമായി വിളിക്കുന്നു? ഞാൻ അച്ഛൻ കിടക്കുന്ന മുറിയിലായിരുന്നു, അപ്പോൾ ഫോൺ സൈലന്റ് ആയിരുന്നു. പിന്നെ ഞാൻ ലാബിൽ നിന്ന് ഇപ്പോൾ റിസൾട്ട് വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. അങ്കിളിന് എങ്ങനെയുണ്ട് അരവിന്ദ്? വിവരവും അറിയാതെ വിഷമിക്കുകയായിരുന്നു ഞാൻ. അല്ല, 2 ദിവസത്തേക്ക് ഡോക്ടർ ഒബ്സർവേഷൻ പറഞ്ഞിരിക്കുകയാണ്. അങ്കിളിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അരവിന്ദ്? പ്രശ്നമൊന്നുമില്ല, അപകടനില തരണം ചെയ്തു. അല്ല, നിന്റെ ശബ്ദം എന്താ ഇടറിയ പോലെ ഇരിക്കുന്നത്? അതൊന്നുമില്ല, അച്ഛൻ ഹോസ്പിറ്റലിലാകാൻ കാരണം ഞാനല്ലേ. നോക്കുമ്പോൾ വല്ലാത്തൊരു എന്ന് വിഷമിച്ച് പറയുകയാണ് അരവിന്ദ്. വിഷമിക്കാതെ അരവിന്ദ്, അങ്കിളിനെ അരവിന്ദ് മാത്രമല്ലല്ലോ കുറ്റപ്പെടുത്തിയത്, ഞാനും കുറ്റപ്പെടുത്തിയില്ലേ? അന്നേരം താഴേക്ക് ഇറങ്ങി വരികയാണ് നാരായണൻ. എന്ത് പറയുകയാണ്, ആ ഒരു സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. ഹോസ്പിറ്റലിലേക്ക് വരട്ടെ അരവിന്ദ്? ഏയ് വേണ്ട, ഇപ്പോ ഞങ്ങൾ എല്ലാവരും ഇല്ലേ, ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വരാൻ നിൽക്കേണ്ട. വിവരങ്ങൾ അപ്പപ്പോ എന്നെ അറിയിക്കണം, ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണം. ഇനി ഞാൻ വിളിച്ചേക്കാം ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് അരവിന്ദ്. നാരായണനെ കാണുമ്പോൾ അച്ഛ എന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് നാരായണൻ നന്ദനെ അടിക്കുകയാണ്. നാരായണൻ പറയുകയാണ്, മിണ്ടരുത്, നിനക്കൊക്കെ മതിയായില്ലേ? നീ തൃച്ചംബരത്തെ മരുമകളാണ്, നീയും കൂടിയാണ് ആ പാവത്തിനെ ഹോസ്പിറ്റലിലാക്കിയത്. അമ്മയ്ക്കും മക്കൾക്കും കുടുംബ ബന്ധങ്ങൾക്കുമിടയിൽ നിന്ന് നട്ടം തിരിയുകയാണ് ആ പാവ മനുഷ്യൻ. ആരെ കൊള്ളണം, ആരെ തള്ളണം എന്ന ധർമ്മസങ്കടത്തിൽ കുടുംബത്തിന് നായകത്വം വഹിക്കുന്ന ആ അച്ഛന്റെ മാനസികാവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല. ഞാനതിന് എന്ന് പറയുമ്പോൾ നാരായണൻ പറയുകയാണ്, വേണ്ട, എല്ലാം എനിക്കറിയാം. മക്കളുടെ മുന്നിൽ പിടിവാശിക്കാരിയെ അമ്മയെ കുറ്റം പറയാതിരിക്കുന്നത് അയാളുടെ ഉന്നതമായ സംസ്കാരമാണ്, തറവാടിത്തം. അതിന് അയാളെ എല്ലാവരും കൂടി ഇങ്ങനെ ക്രൂശിക്കുന്നത് ക്രൂരതയാണ്. സത്യസന്ധമായ ജീവിതശൈലി നന്മ നിറഞ്ഞ മനസ്സുമായാണ് തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണൻ ജീവിക്കുന്നത്. എല്ലാവരെയും അയാൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അയാളുടെ മനസ്സ് ശുദ്ധമായതുകൊണ്ട് മാത്രമാണ് ഭാര്യ മരിച്ചു എന്ന വാർത്ത ഉൾക്കൊള്ളാനാകാതെ അയാളുടെ മാനസിക നില തകരാറിലായത്. ആ അവസ്ഥ കണ്ടു മാത്രമാണ് ഞാനിവിടെ ഇത്രയും നാൾ നിന്നത്. അല്ലാതെ ഗർഭിണിയായ എന്റെ മകൾക്ക് സംരക്ഷണം തരാനാണെന്ന് കരുതിയോ? മനുഷ്യന്റെ മനോനില പഴയതുപോലെ ആയിക്കഴിഞ്ഞ് മടങ്ങിപ്പോകാൻ തുടങ്ങുമ്പോഴാണ് നീ എല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തെ വീണ്ടും ഹോസ്പിറ്റലിലാക്കിയത്. ശാസനെ പോലെ അട്ടഹസിക്കാനും ദുർവാസാവിനെ പോലെ ശപിക്കാനും എല്ലാവർക്കും കഴിയും. പക്ഷെ മനുഷ്യൻ എന്താണെന്നറിയാനാണ് പ്രയാസം. മനുഷ്യനെ തിരിച്ചറിയണമെങ്കിൽ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു മനസ്സുണ്ടാകണം. എന്റെ മകൾക്ക് അതില്ലാതെ പോയതിൽ ഈ അച്ഛന് മനസ്താപമുണ്ട്. നിന്നെ ഇവിടേക്ക് കല്യാണം കഴിപ്പിച്ച് അയച്ചപ്പോൾ നിന്റെ പാകതക്കുറവ് കൊണ്ടോ നല്ലേ ഉള്ളൂ എന്ന് കരുതി നമ്മൾ അമിത ലാളന കാണിച്ചു വളർത്തിയത് കൊണ്ടോ ആണെന്ന് തോന്നുന്നു നീ ആദ്യകാലത്ത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതിന് നിന്റെ അമ്മയും സപ്പോർട്ട് നിന്നിട്ടുണ്ട്. അന്നൊന്നും ആ മനുഷ്യൻ നിന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. നിന്നെയോ നിന്റെ അമ്മ മഹേശ്വരിയോ വിളിച്ച് മകളെ നേരെ ചൊവ്വെ വളർത്തണമെന്ന് പരാതി പറഞ്ഞിട്ടില്ല. വളർത്തുദോഷമാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നിട്ടും മൗനം പാലിച്ചത് അദ്ദേഹം ഒരു നല്ല അച്ഛനായതുകൊണ്ടാണ്. പലപ്പോഴും നിന്നെ നന്ദന എന്നല്ല അദ്ദേഹം വിളിച്ച് സംബോധന ചെയ്തിട്ടുള്ളത്, മോളെ എന്ന് വിളിച്ചാണ്. മക്കൾ അവരവരുടെ അപ്പപ്പോഴുള്ള വിജയത്തിനു വേണ്ടി അച്ഛനമ്മമാരെ തള്ളി പറഞ്ഞേക്കാം, പക്ഷേ വന്നു കയറിയ മരുമകൾ അതിന് കൂട്ടുനിൽക്കരുത്. തിരുത്തേണ്ട സ്ഥലത്ത് തിരുത്തി കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അല്ലെ, വന്നു കയറുന്ന മരുമകളുടെ മനസ്സാണ് ഒരു കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും. എന്റെ മോൾക്കത് കഴിയും, അച്ഛനത് ഉറപ്പാണ്. ഇതെല്ലാം കേട്ട് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് നന്ദന. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയും ഗംഗയും ശ്രീനിയുമാണ്. ശ്രീനി ചോദിക്കുകയാണ്, നീ എന്താ പ്രിയങ്ക എത്ര ആലോചിക്കുന്നത്? ഇല്ല ശ്രീയേട്ട, ഈ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ പ്രതികരണ ശേഷിയൊക്കെ നഷ്ടപ്പെട്ടു പോയോ? നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും അഖില ഒരു വാക്കുകൊണ്ട് പോലും പ്രതികരിച്ചില്ലല്ലോ. എങ്ങനെ പ്രതികരിച്ചാലും അഖിലയെയും തൃച്ചംബരത്തെയും നശിപ്പിക്കാനുള്ള നമ്മുടെ യുദ്ധം തുടരുക തന്നെ ചെയ്യുമെന്ന് അഖിലയ്ക്ക് നന്നായിട്ട് അറിയാം. പറയുകയാണ്, അതൊന്നും ആയിരിക്കില്ല. അഖിലയുടെ മൗനം എപ്പോഴും അപകടമാണെന്ന് ഓർക്കണം. അഖില നമുക്കെതിരെ എന്തെങ്കിലും ഒരു വലിയ തന്ത്രം ആവിഷ്കരിച്ചിട്ടുണ്ടാകാം. നമ്മൾ എപ്പോഴും സൂക്ഷിച്ചിരിക്കണം. പ്രിയങ്ക പറയണേ, ഏതായാലും അഖിലയെ പിടിച്ച് കുറച്ചു ദിവസം തടവിലിടാൻ കഴിഞ്ഞല്ലോ. അതോടെ അഖില ഒന്ന് തളർന്നു. പ്രിയങ്ക പറയുകയാണ്, എന്റെ പ്രിയങ്ക, അഖില അങ്ങനെ തളരുന്ന കൂട്ടത്തിലൊന്നും ഉള്ളതല്ല. ആ സ്ത്രീ ഒരു അപൂർവ ഇനമാണ്. ഇതൊരു കൊടുങ്കാറ്റിലും കടപുഴകാത്ത വടവൃക്ഷമാണ് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. നാഗമടത്തുകാർക്ക് മാത്രമേ അവരുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അന്നേരം ശ്രീനി പറയുകയാണ്, ഒരു കാറ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഗംഗ പറയുകയാണ്, അത് ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നത്തിന്റെ പിറകെ അലയുന്ന വിചിത്ര ജീവി തൃച്ചംബരത്ത് വിലാസിനി. ഗംഗ പറയാണ്, അകറ്റി നിർത്തിയാൽ അപകടമാണ്. അതുകൊണ്ട് ഈ മാരണത്തെ നമ്മൾ കുറച്ചുകൂടി സഹിച്ചേ പറ്റൂ. അന്നേരം അകത്തേക്ക് വരികയാണ് വിലാസിനി. ഗംഗ പറയാണ്, ആന്റി ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചതേയുള്ളൂ. ദേ ആന്റി കൺമുന്നിൽ. ദേവതയൊന്നുമല്ല, നീ മനസ്സിൽ വിചാരിക്കുമ്പോഴൊക്കെ നിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ. പറയുകയാണ്, വിലാസിനി ആന്റി ദേവതയൊന്നുമല്ല, കോസല രാജ്യം കലക്കിയ മന്ദരയുടെ പുനർജന്മമാണെന്ന് എല്ലാവർക്കും അറിയാം. അത് കേട്ട് ദേഷ്യം കാണിക്കുകയാണ് വിലാസിനി. ഗംഗ പറയുകയാണ്, ആന്റി വിശേഷങ്ങളൊക്കെ പറയുക. അത് പറയാനാണല്ലോ വന്നത്. തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണൻ വീണ്ടും ഹോസ്പിറ്റലിൽ. അറ്റാക്കോ? അതെ, ആണെന്ന് തോന്നുന്നു പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് 3ാമത്തെ അറ്റാക്കാണ്, ആള് മരിച്ചിരിക്കും.
മരിച്ചിട്ടൊന്നുമില്ല, ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇത്തിരി സീരിയസ് ആണ്. എന്താ ചോദിക്കണം? അഖിലാണ്ടേശ്വരി ഉടനെ വിധവാ പട്ടം അണിയുമോ? അതാണ് എനിക്കറിയേണ്ടത്. അതൊന്നും പറയാൻ പറ്റില്ല പ്രിയങ്കെ. പറയുകയാണ് ശിവരാമകൃഷ്ണൻ മരണദൂതന്റെ സ്വർഗരഥത്തിൽ കയറി പറന്നാൽ ചിറകറ്റ പക്ഷിയെ പോലെയാകും തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി. ഒറ്റപ്പെട്ട പക്ഷിക്ക് നേരെ അമ്പയ്യാൻ വേടന് എളുപ്പമാണ്. ആനിഷാദ പാടാൻ കവികളാരും വരികയുമില്ല. നീ പറയണേ, എന്തായാലും ആ പക്ഷി ഇപ്പോൾ മരപ്പൊത്തിൽ മുട്ടയിട്ട് ഇണയെ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ ഹോസ്പിറ്റലിൽ മോങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചുകൊണ്ട് പ്രിയങ്ക ചോദിക്കണം, ആഹാ, കരയുന്നോ? ആര്? അഖിലയോ? അതെ എന്ന് വിലാസിനി പറയുകയാണ്. അഖില ഹോസ്പിറ്റലിലാകുമ്പോൾ തൃച്ചംബരത്ത് വിളയാടാൻ സുവർണാവസരമാണ്. ആന്റി, ഈ ഒരു ഗ്യാപ്പിൽ തൃച്ചംബരത്ത് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താ പ്രിയങ്കെ? ഞാൻ പറയാം. എത്രയും പെട്ടെന്ന് തൃച്ചംബരത്ത് അത് നടപ്പിലാക്കണം. പിന്നീട് വിലാസിനിയോട് പദ്ധതികൾ വിവരിക്കുകയാണ് പ്രിയങ്ക. അത് കേട്ട് സന്തോഷത്തോടെ വിലാസിനി പറയുകയാണ്, ഇത് ഞാൻ നടപ്പിലാക്കും. എന്റെ പ്രിയങ്കെ, ഇത് സക്സസ് ആയാൽ ഇവിടെ നടക്കുന്ന പുകില് അത് കണ്ടു തന്നെ അറിയണം. പ്രിയങ്ക പറയണ, സക്സസ് ആയാലല്ല, സക്സസ് ആവണം. സക്സസ് ആവും, ഓക്കെ എന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ് വിലാസിനി. എന്നാ പിന്നെ ഞാൻ പോട്ടെ. പ്രിയങ്ക പറയണ, പോയിട്ട് വാ, എല്ലാവിധ ആശംസകളും. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ ആഹാരമൊക്കെ തയ്യാറാക്കുന്ന സുജാതയെയും കല്യാണിയുമാണ്. സുജാത ചോദിക്കുകയാണ്, ശിവരാമ സാറിന് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞോ കല്യാണി? കൂടുതലൊന്നും അറിയില്ല സുജാതേച്ചി, ഒബ്സർവേഷനിലാണെന്ന് മാത്രമേ അറിഞ്ഞുള്ളൂ. ദൈവം ഒന്നും വരുത്തില്ല കല്യാണി, അത്രയ്ക്കങ്ങ് നല്ല മനുഷ്യനാണ് ശിവരാമകൃഷ്ണ സാർ. ഒന്നും ഉണ്ടാകില്ല, ദൈവം കാത്തോളും. ഈ വീട്ടിൽ എല്ലാവരെക്കാളും നിന്നെ മനസ്സിലാക്കുന്ന ആളാണ് ശിവരാമ സാർ. നിന്റെ കാര്യത്തിലെ അദ്ദേഹത്തിന് ഉൾക്കണ്ടേ. ഞാൻ എന്നാ പോയിട്ട് വരാം സുജാതേച്ചി എന്ന് ആഹാരമൊക്കെ എടുത്തു പോവുകയാണ് കല്യാണി. കല്യാണി തിരിയുമ്പോൾ കല്യാണിയുടെ കഴുത്തിൽ നിന്നും താലിമാല ഊരി താഴെ വീഴുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.